പിന്നെ ഒരു ചിട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായി. പക്ഷേ ഇപ്പോൾ എന്നെ ഞാൻ കേസ് കൊടുത്തായിരുന്നു. അതിന് സംഭവിച്ചത് ലേലച്ചിട്ടിയായിരുന്നു. ലേലം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുക കിട്ടും, പിന്നെ അടച്ചോണ്ടിരുന്നാൽ മതി. പക്ഷേ ലേലവും കിട്ടിയില്ല, പൈസയും കിട്ടിയില്ല. അവസാനം ആ കമ്പനി പൂട്ടി, ആൾ മുങ്ങി. ഇത് പിടിക്കാൻ കാര്യം ഇതിനകത്ത് പിന്നെ പൈസ കൊടുത്തുകൊണ്ടിരുന്ന ഒരുത്തൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി. അപ്പോൾ അടവെല്ലാം തീർന്നു. പൈസ വാങ്ങിക്കാൻ ഓഫീസിൽ ചെല്ലുന്നുണ്ടേ പിന്നെ അതിൻ്റെ മുതലാളി വന്നില്ല. വരുമ്പോൾ പറയാം, എടുക്കാൻ പിടിക്കാമെന്ന് പറഞ്ഞ സമയങ്ങളിങ്ങനെ ഓരോ ദിവസവും തള്ളിവിടുക. അങ്ങനെ പോയിരുന്നപ്പോഴാണ് അവർക്ക് ദേഷ്യം തോന്നി. കാരണം അവർക്ക് ആവശ്യത്തിന് പൈസ കിട്ടണ്ടേ. അങ്ങനെ ചെന്ന് കേസ് കൊടുത്ത് അവർ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പൈസ ഇല്ല. കാരണം 100 കണക്കിന് ആൾക്കാരുടെ, ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഈ കേരളത്തിൽ പലയിടത്തും അവർക്ക് ഓഫീസുകളുണ്ട്. അവിടെ നിന്നെല്ലാം മേടിച്ച പൈസ കൊണ്ടുവന്ന് എറണാകുളത്ത് നമ്മുടെ എയർപോർട്ടിനടുത്ത് അങ്ങാണ്ട് കുറേ വസ്തു വാങ്ങിച്ചു. തരിശു നിലം പറഞ്ഞാൽ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്. പക്ഷേ എന്തൊക്കെയോ ചെയ്യാനുള്ള താല്പര്യത്തിൽ വാങ്ങിച്ചതാണ്. പക്ഷേ ഈ എടുത്തിട്ട് പൈസ അതിനകത്ത് മുടക്കുകയും ചെയ്തു. അതിനകത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ എന്തൊക്കെയോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അത് വല്ലാത്തൊരു ഗതിയിലായിപ്പോയി. ഈ പൈസ അതിനകത്ത് പോയി, ജനത്തിന് പൈസ കൊടുക്കാനില്ലാതായി. അപ്പോൾ എൻ്റെയും പൈസ അതിനകത്ത് കുറേ പോയി. ഇപ്പോൾ കേസിന് വിളിച്ചു. പിന്നെ എറണാകുളത്തു നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കേസ് ഇതെല്ലാം കഴിഞ്ഞ് എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി പൈസ കിട്ടുമോ അറിയില്ല. എത്ര വർഷമായെന്നറിയാം, വർഷങ്ങൾ പോയി. ഇനി അത് കിട്ടത്തില്ലെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പം അങ്ങനെ ഒരുപാട് കമ്പനികൾ തട്ടിപ്പോ ഇതുപോലെ പൈസ അടിച്ചു മാറ്റിയിട്ട് 100 കണക്കിന് ആൾക്കാരുടെ പൈസ അടിച്ചു മാറ്റിയിട്ട് അവരുടെ പൈസ ഇല്ലാതെ പോയിട്ട്. പക്ഷേ ഹൈറിച്ചിനെ സംബന്ധിച്ചോളം എൻ്റെ അനുഭവത്തിൽ, ഞാൻ വലിയ ബിസിനസ്സൊന്നും ചെയ്തില്ലെങ്കിലും കുറച്ച് നാളത്തെ അറിവനുസരിച്ച് ഇതുവരെയും ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും, എനിക്ക് എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം, എല്ലാവരുടെയും അനുഭവം എനിക്ക് ഏറെക്കുറെ ഇതിനകത്ത് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ കാര്യം പറയാം, എനിക്ക് എല്ലാ ആഴ്ചയിലും അവർ പറഞ്ഞതനുസരിച്ചുള്ള കൃത്യമായ പൈസ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞാനത് അക്കൗണ്ടിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു, ഈ ഫ്രീസ് ചെയ്യുന്ന സമയം വരെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇതിനകത്ത് ഉണ്ടായിരുന്നു ഈ ഹൈറിച്ചിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഒരാൾ പോലും എനിക്ക് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ടില്ല. ഈ കേസ് കൊടുത്തതും പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമതായി ചിന്തിക്കേണ്ട കാര്യം. ഇതുവരെയും പൈസ മേടിച്ചിട്ടുള്ള പൈസ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ അവരിപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചത്. കാശുള്ളതുകൊണ്ടാണല്ലോ ഫ്രീസ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് മാത്രം ഇതിനകത്തുള്ള മെമ്പേഴ്സിന് പൈസ കൊടുക്കാൻ പറ്റാതിരിക്കുന്നു. പൈസ അവിടെ കിടപ്പുണ്ട്, ഗവൺമെൻറ് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, അവരാരും മുങ്ങിയിട്ടില്ല. അത് ചോദ്യം ചെയ്യലിനൊക്കെ വിളിച്ചു, അതിനവർ പോവുകയും ചെയ്തു, അതിന് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിനെ വളച്ചൊടിച്ച് വല്ലാത്ത രീതി, ഇതിനൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ടായിരിക്കും മാധ്യമങ്ങൾ ഇത് ചെയ്യുന്നത്. പക്ഷേ സത്യം എന്താണെന്നുള്ള മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ പൈസയ്ക്ക് വേണ്ടി മാത്രം മാധ്യമങ്ങൾ സത്യസന്ധമായുള്ള ന്യൂസ് കൊടുക്കുക, മാധ്യമങ്ങളാണെങ്കിൽ പോലും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു നല്ല വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ്, അല്പം താമസിച്ചാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും അതിനുവേണ്ടി പ്രതീക്ഷിക്കുക, പ്രാർത്ഥിക്കുക.